അപ്പം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഡബ്ബയിലൊക്കെ ആക്കി വെച്ചു കേട്ടോ. ഉപ്പിടാ ഇഡ്ഡലി എല്ലാം റെഡി. തൊടല്ല ഇഡ്ഡലി ഇവിടെ ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഹോളിയുടെ അന്ന് രാവിലത്തെ ഒരു വീഡിയോ ആണ്, ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഞാൻ 5 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോളിക്ക് ഞാൻ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ സൗത്തിലായതുകൊണ്ട് തന്നെ അവരെൻ്റെ അടുത്ത് കുറേ നാളായിട്ടോ പറയുന്നത് ഞങ്ങൾക്ക് സാമ്പാർ ഇഡ്ഡലി ഉണ്ടാക്കി തരണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലുള്ള ഫംഗ്ഷൻ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും കിട്ടുമല്ലോ, അപ്പോൾ എല്ലാവർക്കും കൊടുക്കാനും പറ്റും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതിനുള്ള പണി ഞാൻ ഇന്നലെ രാത്രിയേ തുടങ്ങി കേട്ടോ. സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ രാത്രി തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾക്ക് ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം ഇനി ഹോളി കളിക്കാൻ വേണ്ടിയിട്ട് പോവാൻ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇഡ്ഡലി മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ തലേദിവസം രാവിലെ 8:30 ആകുമ്പോഴത്തേക്ക് എല്ലാം അരച്ചു വെച്ചു കേട്ടോ. ഇവിടെ തണുപ്പായതുകൊണ്ട് പൊങ്ങൂലേന്നൊരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നല്ല വൃത്തിക്ക് ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ മാവൊക്കെ പൊങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ. അപ്പോൾ എനിക്ക് ടെൻഷനൊക്കെ പോയി കേട്ടോ. എന്തായാലും രാവിലെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ചെമ്പിലും ഒരു പാത്രത്തിലുമാണ് ഞാൻ ആക്കി വെച്ചത്. അത് രണ്ടും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് അത്രയൊന്നും മാവ് ആവശ്യം ഉണ്ടാവില്ല, എന്നാലും ഒരു 100 എണ്ണം ചുട്ടെടുക്കാം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ 2-3 വെക്കുന്ന ഇഡ്ഡലിച്ചെമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്ന് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ 3 എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഒന്നിൽ നമ്മൾ ഒഴിച്ചിട്ട് അത് എടുത്ത ശേഷം കഴുകിയിട്ടൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഒത്തിരി നേരം എടുക്കും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഓരോന്നിൽ എല്ലാത്തിലും ഒഴിച്ചൊഴിച്ച് വെക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് എനിക്കൊരു എൻ്റെ പാത്രം അടക്കം ഒരു 3 പാത്രം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ എല്ലാ മാവിലും ഉപ്പിടാറില്ല കേട്ടോ. ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഉപ്പിട്ടിട്ട് അത് ഇഡ്ഡലി പാത്രത്തിലോട്ട് ഒഴിക്കും. എന്നിട്ട് നമ്മൾ തിരുന്നാൾക്ക് അതിനകത്ത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ടാണ് ഉപയോഗിക്കൽ. ബാക്കി വന്ന മാവ് ഞാൻ ഉപ്പിടാതെ വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെക്കും. അപ്പം നമുക്കത് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാമല്ലോ, ഒന്നും ആവില്ല കേട്ടോ. ഞാൻ ഉപ്പിട്ടിട്ട് എപ്പോൾ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാലും പിന്നെ അത് എടുക്കുമ്പോൾ പൊന്തി വരില്ല. അപ്പോൾ എനിക്ക് ഉപ്പിടാതെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കുമ്പോഴാണ് ഇഡ്ഡലി മാവും ഇഡ്ഡലി ആയാലും ദോശയായാലും നല്ല പൊങ്ങി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇഡ്ഡലി മാവ് ഒട്ടും വേസ്റ്റ് ആവില്ല. ഇഡ്ഡലി അല്ലെങ്കിൽ ദോശയും എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം, നല്ല പൊങ്ങിയിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഞാൻ ആദ്യത്തെ ഇഡ്ഡലി ചെമ്പ് ഗ്യാസിൽ വെച്ചു കേട്ടോ. നമ്മൾ അടുത്ത ഇഡ്ഡലി പാത്രത്തിലോട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇഡ്ഡലി ചുട്ടെടുക്കാൻ പറ്റും. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് ഗ്യാസിൽ വെച്ച ശേഷം പെട്ടെന്ന് അടുത്തതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടി വെച്ചിട്ട് നമുക്ക് സാമ്പാറും ഉണ്ടാക്കണം. അപ്പോൾ പെട്ടെന്നായെങ്കിൽ നമുക്ക് പണിയൊക്കെ പെട്ടെന്ന് കഴിയുമല്ലോ. എല്ലാവരും ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്കും എൻ്റെ പണി കഴിയണമെന്ന ഒരു വാശി എനിക്കുണ്ട് കേട്ടോ. എന്നാൽ നമുക്ക് ഫ്രീ ആയിട്ട് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. എൻ്റെ ഫോണിൽ ചാർജ് കുറവാണ്. ഈ വീഡിയോ മുഴപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം ചാർജ് പെട്ടെന്ന് കുറഞ്ഞു വരുന്നുണ്ട്. എന്നാലും ഞാൻ കുറച്ചൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം ഫുള്ളായിട്ട് എടുത്തെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് അത് ഓഫായി പോവും. ഇപ്പോൾ ഇതാ 3ാമത്തെ ഇഡ്ഡലിച്ചെമ്പും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചു എന്തായാലും 2 സ്റ്റൗവിലും ഇഡ്ഡലിച്ചെമ്പ് ഇരിക്കുന്നുണ്ട്. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് പരിപ്പൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. എന്നാൽ ഒന്ന് വെന്തപ്പോഴത്തേക്കും അത് ഇറക്കിയിട്ട് ഈ പരിപ്പ് അതിനകത്തോട്ട് കയറ്റി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടൊരു കായം കുത്തി പൊട്ടിച്ച് അതിനകത്തോട്ട് ഇട്ടിട്ടു. എൻ്റെ കട്ടക്കായാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്നത് മാറ്റി വെച്ചിട്ട് അവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടോ. നമുക്ക് ഈ ഇഡ്ഡലി എടുത്തിട്ടൊന്ന് ഇറക്കി വെക്കണമല്ലോ, അതുകൊണ്ട് അവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമ്മൾ ഒരു ചെമ്പിലത്തെ ഇഡ്ഡലി വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ കത്തി വെച്ചിട്ട് കുത്തിയിട്ടൊക്കെ നോക്കി, പറ്റുന്നൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഞാനതൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തണുത്ത ശേഷം അത് എടുക്കാം. ചൂടോട് കൂടി എടുക്കുമ്പോൾ അത് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഒന്ന് തണുത്ത ശേഷം നമ്മളത് എടുത്താൽ വൃത്തിക്ക് കിട്ടും കേട്ടോ, അത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അടുത്ത ഇഡ്ഡലി പാത്രത്തിലും കൂടി ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കാം.
നമ്മുടെ അടുത്ത ട്രിപ്പ് ഇഡ്ഡലിയും വേവാനായി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതും കൂടി ഒഴിച്ച് വെച്ച് അത് ഇറക്കി വെച്ചിട്ട് നമുക്കിത് അവിടെ കയറ്റി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ പരിപ്പ് വെന്ത് വിസിൽ വന്നു. മൊത്തമായിട്ട് എന്താണ് പരിപ്പിന്ന് വെള്ളം ഇങ്ങനെ പുറത്തോട്ട്, പരിപ്പിൻ്റെ വെള്ളം പുറത്ത് കുക്കറിൻ്റെ പുറത്തൊക്കെ ആയിട്ടോ. കുക്കറിൻ്റെ അടപ്പിൽ മൊത്തം മഞ്ഞ കളറായി. നമ്മളെ ഇഡ്ഡലിയൊക്കെ ഒരു ട്രിപ്പ് ഞാൻ എടുത്തു കേട്ടോ. നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ ഇന്നലെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് പച്ചക്കറിയും കൂടി കട്ട് ചെയ്യാനുണ്ട്. ഇപ്പം നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് ഇഡ്ഡലിയും കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഇനി ഇതൊക്കെ ഒന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ പരിപ്പിൻ്റെ കൂടെ ഇടുമ്പോൾ പരിപ്പ് വേവാൻ നമുക്ക് ഒത്തിരി വിസിലടിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ കഷ്ണങ്ങളൊക്കെ രണ്ടാമതാന്നിട്ട് വേവിച്ചത്. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഫോണിൽ ചാർജ് കഴിഞ്ഞു, ഓഫായി പോയി. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ അത് അറിഞ്ഞത് ഓഫായി എന്നുള്ളത്. പിന്നെ ഞാനത് കൊണ്ട് കുത്തി വെച്ചു കേട്ടോ. പിന്നെ ഞാൻ സാമ്പാറൊക്കെ ഉണ്ടാക്കി. അതിൽ ചാർജായി വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി. ബാക്കി കിടന്ന മാവൊക്കെയാണ് ഈ ടിഫിനിലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ, ഫ്രിഡ്ജിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒത്തിരി മാവ് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ 100 ഇഡ്ഡലി ഉണ്ടാക്കി കേട്ടോ. ഒരു 5-6 പ്രാവശ്യം ഞാൻ വെച്ചു. ഒരു പ്രാവശ്യം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചു. ബാക്കി ഞാൻ ഈ പാത്രത്തിലിട്ട് വെച്ചു. പിന്നെ കുറച്ചത് ഇതിനകത്തും കൂടി ഉണ്ട്. അപ്പോൾ അതിനകത്ത് പിടിക്കണില്ല കേട്ടോ എല്ലാം. അപ്പം നമ്മളെ സാമ്പാറും ഇഡ്ഡലിയും ഒക്കെ റെഡിയായി. അപ്പോൾ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഹോളിയുടെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഹോളിക്ക് ഉണ്ടാക്കിയ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ആയിരുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ഹോളി കളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.